friends, Kallarackals Maharani Jewellersന്റെ അതിശയ ലോകത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറേ ഡൗട്ട്സും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻസിനും ഡൗട്ട്സിനൊക്കെയുള്ള ആൻസേഴ്സുമായിട്ടാണ്. പക്ഷേ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയോ? നമുക്ക് 3 ഷോറൂം അവൈലബിൾ ആണ്. ഒന്ന് കണ്ണൂർ, ഒന്ന് തലശ്ശേരി, ഒന്ന് തൃശ്ശൂർ. ഇപ്പം ഞാൻ ഇരിക്കുന്നത് തലശ്ശേരി ഷോറൂമിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞു, അതായത് നമ്മൾ കല്ലറക്കൽ മഹാറാണി ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞു, നമ്മളൊരു മാല അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്തിരുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മളെ ഇവിടുത്തെ സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏട്ടനാണ് നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കിട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ തിരക്കിലാണുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും ആ തിരക്കിനിടയിൽ നമ്മൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ആളിപ്പോൾ ഒരു മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ ഞാൻ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ആൻസർ നീക്കാൻ പറഞ്ഞു തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഗോൾഡ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ തങ്കം ഉണ്ടാവില്ല, തനി തങ്കം, ആ തങ്കത്തിലാണ് ഓരോ പാറ്റേൺസും ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ്. ആരതിക്കുട്ടി, നമ്മളിപ്പോൾ കാണുന്ന എന്താണെന്നറിയോ? ആദ്യം തന്നെ നമ്മൾ ഗോൾഡ് മെൽറ്റ് ചെയ്യും. എന്നിട്ട് ആ മെൽറ്റ് ചെയ്ത ഗോൾഡ് ആസിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് പ്യൂരിഫൈ ചെയ്തെടുക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്. എന്നിട്ട് നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്ത ഗോൾഡിലെ അത് പിന്നെ ഒരിക്കലും കൂടി നമ്മൾ മെൽറ്റ് ചെയ്യും. അങ്ങനെ ആ മെൽറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണ് തങ്കമായിട്ട് മാറുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തനി തങ്കം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഓരോ ഡിസൈൻസും ചെയ്തെടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തനി തങ്കം എന്ന് പറയുന്നത് ഭയങ്കര മൃദുലമാണ്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു 916 ഹോൾമാർക്ക്ഡ് ഗോൾഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു പ്യൂരിറ്റിയിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഈ ഒരു 916 എന്ന് പറയുമ്പോൾ 1916 ഗ്രാമും പ്യുവർ സ്വർണം ആണ് എന്നുള്ളതാണ്. അതായത് 100% 91.6% പ്യുവർ ഗോൾഡ്. ബാക്കി എന്ന് പറയുന്നത് മറ്റു ലോഹങ്ങൾ, അതായത് ചെമ്പ് പോലത്തെ ലോഹങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു സ്വർണത്തിന് കട്ടി തോന്നിപ്പിക്കുന്ന രീതിയിലും ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. യെസ്, അപ്പോൾ അടുത്ത പ്രൊസീജിയർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഈ നമ്മൾ 916 പ്യൂരിറ്റിയിൽ എത്തിയിരിക്കുന്ന ഗോൾഡിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം റോളറിൽ വയ്ക്കും. അപ്പോൾ ആ ഷീറ്റിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഓരോ ആൽഫബറ്റ്സ് എന്നല്ല, നമുക്ക് നമ്മുടെ ഡിസൈൻസ്, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പം ചില ആൾക്കാർക്ക് പേരുകളൊക്കെ വേണമെന്നുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ചെത്തി നല്ല ബ്യൂട്ടിഫുൾ ലോക്കറ്റ്സിലേക്ക് അവർ മാറ്റിയെടുക്കുന്നു. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടുകാണല്ലോ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട ഒരു നല്ലൊരു മാല ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയുള്ളൊരു ഡിസൈൻ. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനുമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ ഏട്ടാ? മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്? മനസ്സിലായോ? യെസ്, അങ്ങനെയാണ് നമ്മൾ തങ്കത്തിൽ നിന്നാണ് ഓരോ ഡിസൈൻസും പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഓരോ ഡിസൈൻസ് ഒക്കെ ആക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ ട്രയാങ്കിൾ ഷേപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനും കുട്ടീസൊക്കെ ഇവിടെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗോൾഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളെ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയ ഡിസൈൻസ് മാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത്. ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന അതിൻ്റെ അത് മൈനറായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയുകയാണ് നമുക്ക് അങ്ങനെ ചെയ്ത് തരണം, അല്ലെങ്കിൽ ലെങ്ത് ഒന്ന് കുറച്ചാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നുള്ള പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതിന് മുന്നോടിയായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബൈ പറഞ്ഞാലോ? ബൈ.